ഇറാന്റെ ആണവ നിലയുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദമാണ് ഇപ്പോൾ കത്തിപ്പെട്ടിരുന്നത്. ഇത് ഇസ്രായേലിൽ നിന്ന് ആരംഭിച്ചു. അമേരിക്ക വഴി യൂറോപ്യൻ രാജ്യങ്ങൾ ഉടനീളം പ്രാധാന്യത്തോടു കൂടി ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ പത്രങ്ങൾ ഈ വാർത്ത ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിഷയം ഇതാണ്: ഇറാന്റെ ആണവ നിലയങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് അടക്കുകയോ മണ്ണിട്ട് നികത്തുകയോ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത വിധവും അത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാത്ത വിധവുമാണ് ഈ സംവിധാനം ഒരുക്കിയത്. എന്തിനാണ് ഇങ്ങനെ ഈ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയത് എന്നുള്ളതാണ് മീഡിയക്കാരും ചർച്ചാ സംബന്ധമായിരിക്കുന്ന ആളുകളും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചോദിക്കുന്നത്. അതേക്കുറിച്ച് ഒരു പൂർണ്ണമായിരിക്കുന്ന വിവരങ്ങൾ പറയാൻ വേണ്ടി ആരും തയ്യാറാകുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ചില സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടു ദിവസം മുമ്പുള്ള ഇസ്ഫഹാന്റെ ആയുധ മേഖലകളും അതോടൊപ്പം തന്നെ അതിലേക്കുള്ള റൂട്ട് പാതയും തുരങ്കവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി കാണാനും മനസ്സിലാക്കാനും വേണ്ടി സാധിക്കുന്ന വിധമായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു സമയം നോക്കുന്ന സമയത്ത് അങ്ങനെ ഒന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അവിടെ ചില കരിങ്കൽ തൂണോ ഭിത്തിയോ പോലെയുള്ളത് അല്ലെങ്കിൽ മണ്ണ് പോലെയുള്ള ഭാഗങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു അപായ സൂചനയാണോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇറാൻ ഉണ്ടായിട്ട് ആ പ്രവൃത്തി അവർ ചെയ്തതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇസ്ഫഹാനിലെ 3 തുരങ്കങ്ങൾ 3 പ്രദേശങ്ങളിലായിട്ട് നിലനിൽക്കുന്നു. ഈ 3 തുരങ്കങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഗ്രൗണ്ട് റെയ്ഡ് നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ US ആക്രമണം ഉണ്ടാവുകയാണെങ്കിലോ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് എന്നും പത്രങ്ങൾ ചോദിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി എന്ന ഒരു വാഷിങ്ടൺ വെബ്സൈറ്റ് സ്ഥാപനമാണ് ഇത് പുറത്തുവിട്ടത്. അത് മേൽഭാഗത്ത് നിന്നുള്ള, അതായത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തതോ ഏതെങ്കിലും രഹസ്യ വിഭാഗങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുകയോ ചെയ്തതാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. അമേരിക്കയോ ഇസ്രായേലോ ഈ സംഭവം ഔദ്യോഗികമായ രീതിയിൽ സ്ഥിരീകരിക്കുകയോ ഔദ്യോഗികമായ രീതിയിൽ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വലിയ നീക്കുപോക്കുകൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം അത് അമേരിക്ക അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായി 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും മാത്രമല്ല അവിടെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുക, ബുദ്ധിപരമായിരിക്കുന്ന ചില നീക്കങ്ങൾ സാധ്യമാണ് എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഇവിടെ വെനിസ്വേലൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് അവിടെ ആയുധവും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടേ ഇല്ല. ഒരു സൈനികൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. എന്നാൽ സൈനികരൊക്കെ ഈ ചില ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ ഏതെങ്കിലും സൈനികർക്ക് ഏതെങ്കിലും രീതിയിൽ മാരകമായിരിക്കുന്ന പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടില്ല, അവരത് പറഞ്ഞിട്ടുമില്ല. ചില നീക്കുപോക്കുകളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 10-20ഓളം അമേരിക്കൻ സൈനികർ വളരെ കൃത്യതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആകാശവും ഭൂമിയും കടലും തുല്യമായ രീതിയിൽ നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് കിട്ടിയ അവസരം തങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവസാനിപ്പിക്കുകയാണ് ചെയ്ത്. വെനിസ്വേലൻ പ്രസിഡന്റ് ഇപ്പോൾ വിചാരണ നേരിടുന്നു. കുറ്റവാളിയാണ്, ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ തിരിച്ചു വരൂ. ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം മുഴുവൻ ജയിലിലാവോ എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു അയഞ്ചൻ മറുപടി പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഇറാനുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ വിവരം വന്നിട്ടില്ല. IAEAയുടെ റിപ്പോർട്ട് പ്രകാരം സമ്പുഷ്ട യുറേനിയം 60%-ൽ 90% വളരെ പെട്ടെന്നാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയെങ്കിൽ അവർക്ക് ആണവായുധം ഉണ്ടാക്കുക എന്നുള്ളത് 10 മിനിറ്റ് കുറഞ്ഞ സമയം കൊണ്ട് സാധ്യമാണ്. ചില റിപ്പോർട്ടിൽ പറയുന്നു അവർ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ട്. അത് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാഗങ്ങളിലോ ഇറാഖിൻ്റെയും ഇറാൻ്റെയും മരുഭൂ പ്രദേശം ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂ പ്രദേശമുണ്ട്. 2 രാജ്യത്തിനും അവകാശമില്ലാതെ ഒഴിയപ്പെട്ട പ്രദേശങ്ങൾ. ആ പ്രദേശത്തിൽ എവിടെയെങ്കിലും അത് വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതല്ലെങ്കിൽ ഒരു മൂന്നാം കൈയുടെ കൈവശത്തിൽ, മൂന്നാം കൈ എന്ന് വെച്ചാൽ റഷ്യയുടെ കൈവശത്തിൽ അത് നൽകിയിട്ടുണ്ട് എന്നും ഈ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഉണ്ട് അവർക്ക് കടലിൻ്റെ ഭിത്തിയിൽ, കടലിൻ്റെ അടിഭാഗത്ത്. ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അബ്രഹാം ലിങ്കൺ കപ്പലും അതിൻ്റെ സൈനികരും പ്രയാസപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം കരയിൽ വെച്ചുള്ള ഇറാൻ്റെ ആക്രമണമല്ല, പകരം അവർ നിൽക്കുന്ന കടലിൻ്റെ അടിഭാഗത്ത് പോലും അവർ വലിയ രീതിയിലുള്ള ബോംബ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് അമേരിക്ക തന്നെ ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. മൈൻ പോലെയുള്ള സംവിധാനങ്ങൾ ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന പോലെ കടലിനടിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കും. ആ കാര്യത്തിലൊക്കെ അഗ്രഗണ്യന്മാരാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കേബിൾ ചെങ്കടലിൻ്റെ അടിഭാഗത്തൂടെ പോകുന്നത്
അവർ ഈ ഹൂത്തി വിമതർ അതിലിടപെട്ടുകൊണ്ട് അത് തടസ്സപ്പെടുത്തിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള താഴ്ചയിലാണ് ഈ കേബിളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേബിളിൻ്റെ അടിഭാഗത്തേക്ക് ഏതോ തരത്തിൽ അവരെത്തിയിട്ട് അത് തടസ്സപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് യൂറോപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട്, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പരിധി വരെയെങ്കിലും പൂർണ്ണ രൂപത്തിലായത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ, അത് സാഹസികപരമായ രീതിയിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ഇവർ മിടുക്കന്മാരാണ്. അങ്ങനെ പല പരിപാടികളും അവർ ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അമേരിക്കയുടെ ഉപരോധം എല്ലാ കാലത്തും ഇറാൻ പ്രതിരോധിക്കാറുള്ളത് കടൽ കേന്ദ്രീകൃതമായിരിക്കുന്ന സംവിധാനത്തിലൂടെയാണ്. ഇറാൻ്റെ പെട്രോളിയം അമേരിക്കയുടെ ഉപരോധത്തെ ഭേദിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നതും കടൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ കടലിൻ്റെ ദിക്കുകളും അതിൻ്റെ ഈ രൂപകളും അതിൻ്റെ റൂട്ടുകളും അന്താരാഷ്ട്ര പാതയും അടക്കമുള്ള എല്ലാ സംവിധാനത്തിലും എന്തൊക്കെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ്റെ സൈന്യം ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ട്. അതിലാണ് അവർ പറയുന്നത് കടലിൻ്റെ അടിഭാഗത്ത് തന്നെ മൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഇറാന് സാധിക്കും. അതുകൊണ്ടാണ് ഇറാൻ പല തവണ ആവർത്തിച്ചുകൊണ്ട് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, തങ്ങൾ അബ്രഹാം ലിങ്കൺ കപ്പലിനെ തകർക്കുക തന്നെ ചെയ്യും. തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണത്തെ മാത്രമല്ല തങ്ങൾ തിരിച്ചടിക്കുക, തങ്ങൾക്ക് ശത്രുവാണ് എന്ന് തോന്നുന്ന സർവ്വ മേഖലയെ ആക്രമിക്കും. അതുകൊണ്ടാണ് അറേബ്യൻ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസ്, 4ഓളം ബേസുകളുണ്ട്, ആ ബേസിനെ കേന്ദ്രീകരിച്ച് പറഞ്ഞു. പിന്നീട് അമേരിക്ക പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് പറഞ്ഞു. പിന്നീട് അമേരിക്കയുടെ സൈനിക മേഖലയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അബ്രഹാം ലിങ്കൺ കപ്പൽ, അറേബ്യക്കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന കപ്പലിനെ കേന്ദ്രീകരിച്ച് കൊണ്ട് പറഞ്ഞു. അവർ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് കൂടി പറയുന്നത് തങ്ങളത് ചെയ്യും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ടാക്കുന്ന കാര്യമാണ്. ആക്രമിക്കുക എന്നുള്ളത് അതിനെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാകും എന്നുള്ളത് ഇൻ്റലിജൻസ് തന്നെ അമേരിക്കക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലും അമേരിക്ക തന്നെ മുന്നൊരുക്കം നടത്തിക്കൊണ്ടാണ് രണ്ടാം ഘട്ട സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് ഒമാനോട് പറഞ്ഞത്. ഇറാൻ അതിന് തയ്യാറായിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഈ ഭരണഘടനാ വ്യവസ്ഥയെ ബലി കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് അർത്ഥം തന്നെ ഉള്ളൂ എന്ന് ഒരു ഒയക്കം മട്ടിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് പരാജയപ്പെടുക എന്നുള്ളത് മാനക്കേടാണ്. അപ്പോൾ യുദ്ധം ചെയ്യാത്ത രീതിയിൽ ഒപ്പിക്കുക എന്നതിനെക്കുറിച്ച് അവരും ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം എന്ന് പറയുന്നത് ഗസക്കകത്ത് ഹമാസിൻ്റെ ആളുകൾ അവരുടെ ബങ്കറുകൾ സ്ഥാപിക്കുകയും അവിടെ ബന്ദികളെയും അവരുടെ ആയുധങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രം എങ്ങനെയാണെന്ന് 2 വർഷം അന്വേഷിച്ചിട്ടും ഇസ്രായേലിന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. അതിന് സമാനമായിരിക്കുന്ന രീതി, അതല്ലെങ്കിൽ ഇറാൻ അത് ഉപയോഗിച്ചിട്ട് ആ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഒരുപക്ഷെ ഹമാസിന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഈ ആണവായുധ മേഖല അവർ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ലക്ഷ്യം കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും അമേരിക്കൻ സൈനികർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയോ മറ്റോ ചെയ്താൽ ഒരുപക്ഷെ അവിടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും ദുരന്തങ്ങളും ഉണ്ടാവും. അതിപ്പോൾ തന്നെ ഈ ഒന്നാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഹമാസും ഇസ്രായേലും അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏറെക്കുറെ ധാരണ എത്തിയതിന് ശേഷം ഇസ്രായേൽ സൈനികർ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പെട്രോൾ നടത്താറുണ്ട്. ഈ പെട്രോൾ നടത്തുന്നതിനിടയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ബങ്കറുകൾ എന്ന് സംശയിക്കുന്ന മേഖലയിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അതിക്രമിച്ച് കയറിയ പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടാവുകയും ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വാർത്താ പ്രാധാന്യമായിട്ട് കൊടുക്കണമെങ്കിൽ ഇസ്രായേൽ കൊടുക്കണം. ഗസയിൽ ഇപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ഈ മുൻപത്തെ പോലെയുള്ള വാർത്താ മാധ്യമ സംവിധാന സെറ്റപ്പുകളൊന്നുമില്ല. ഒറ്റപ്പെട്ട രീതികൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയാണ് ന്യൂസുകളൊക്കെ പുറത്തോട്ട് പോകുന്നത്.
അതുകൊണ്ടാണ് ഇത് പുറത്ത് വരാത്തത്. പല മേഖലയിലും അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ബങ്കർ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ബങ്കർ ഏത്, നമ്മൾക്ക് സുരക്ഷിതമായിരിക്കുന്ന ബങ്കർ ഏതാണ്, ഏത് ബങ്കറിൻ്റെ ഉള്ളിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായിരിക്കുന്ന രൂപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെക്കാണ് ഒരുപാട് മടങ്ങായിരിക്കും അവരുടെ ഈ പ്രവൃത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയെ തന്നെ വല്ലാത്ത രീതി അലോസരപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബങ്കർ അല്ല, ഇതിൻ്റെ അകത്ത് ഇസ്ഫാൻ എന്ന് പറയുന്ന പെട്രോൾ കെമിക്കൽ സംവിധാനമാണ് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലേക്കാണ്ട് കയറിയാൽ ഈ മേഖല പൊട്ടിത്തെറിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പോലും സാധിക്കില്ല. അപ്പോൾ എന്തൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിലും വലിയ ഭയപ്പാടോടെയും ഭീതിയോടും കൂടിയാണ് അമേരിക്ക നോക്കിക്കാണുന്നത് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് ഈ ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതിൻ്റെ വാതിലുകൾ അടക്കപ്പെട്ടതിനെ നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.